അങ്ങനെ ഋഷി പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് 9ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്, ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് എന്ന്. ആരുടെ ബുദ്ധിയെന്ന് ഋഷീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഋഷി ആദ്യം 6 പേരെയാണ് പവർ റൂമിലേക്ക് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ, നന്ദന, സായി ഇങ്ങനെ 6 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, ഋഷി പ്ലാനൊക്കെ നല്ലതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്, അംഗസംഖ്യ കുറവല്ലേ, അതുകൊണ്ട് പരമാവധി 4 പേരെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ അൻസിബ, റസ്മിൻ, അഭിഷേക്, നോറ ഈ 4 പേരെയും പവർ റൂമിലേക്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഋഷിയുടെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഋഷിക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായവും ഇല്ല. ആരെന്ത് പറയുന്നോ അവർ പറയുന്നതിനനുസരിച്ചിട്ട് നിൽക്കുക. ഇപ്പോൾ ഈ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്ത ആൾക്കാരുണ്ട്, ആ ആൾക്കാരെന്ത് പറയുന്നോ അതനുസരിച്ചിട്ടാണ് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കും ഋഷി നിൽക്കുന്നത്. അല്ലാതെ ഋഷീൻ്റെ ഒരു വ്യൂ പോയിൻറ്റോ ഋഷിക്കൊരു സ്വന്തമായിട്ടൊരു അഭിപ്രായമോ അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ടീമുകളെ തിരിക്കുകയാണ്. അതായത് നെസ്റ്റ്, ഡെന്ന്, ടണൽ ഈ ടീമുകളെ തിരിക്കുകയാണ്. അപ്പോൾ ഋഷി വന്നിട്ട് മറ്റേ ഇങ്കി പോങ്കി ഇങ്ങനെ കളിക്കുന്നത്. എന്തിനാ ഋഷി ഇതാരെ കാണിക്കാനായി ഡ്രാമ കാണിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ അൻസിബ റൂമിൽ നിന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു തന്നിട്ടല്ലേ ഉള്ളൂ ആരെയൊക്കെ ഏതൊക്കെ ടീമിലിടണമെന്നുള്ളത്. അതുപോലെ അങ്ങ് ചെയ്താൽ പോരെ. ഋഷി ഇങ്കി പൊങ്കി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, ഋഷി ഇങ്കി പൊങ്കി കളിക്കേണ്ട സമയമല്ല. വീണ്ടും പറയുന്നു, ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കൂ. ആരുടെ ബുദ്ധിയെന്ന് അപ്പോഴും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഡെൻ ടീമിനെ സെലക്ട് ചെയ്യുന്നു. ജിൻഡോ, അർജുൻ, ശ്രീതു അവർക്ക് ബാത്റൂം ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്. അതിൽ ക്യാപ്റ്റൻ ജിൻഡോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യുന്നു. ജാസ്മിൻ, സിജോ, ശ്രീരേഖ. ക്യാപ്റ്റൻ സിജോ, അവർക്ക് കിച്ചൺ ഡ്യൂട്ടി കൊടുക്കുന്നു. നെക്സ്റ്റ് ടണൽ ടീം ശരണ്യ, അപ്സര, നന്ദന, സായി. അതിൽ ക്യാപ്റ്റൻ സായി ടണൽ ടീമിന് ഫ്ലോർ ഡ്യൂട്ടി ആയിട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ പവർ ടീമിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്ന ഒരാളെന്നേ എനിക്ക് ഋഷീനെ പറ്റി പറയാനായിട്ടുള്ളൂ. കാരണം 1% സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണ്ടേ? അത് ഋഷിക്കില്ല. ആര് ഋഷീൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതാണ് ഋഷീൻ്റെ അഭിപ്രായം.